നമസ്കാരം. ഷിബി ടീച്ചറിന്റെ കേരളീയ ഭക്ഷ്യ സംസ്കൃതി, അതായത് കേരള യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ 2 പാഠപുസ്തകത്തിലെ ലാസ്റ്റ് പാഠത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിശപ്പ് എന്നാണ് ആ പാഠത്തിന്റെ പേര്. അതൊരു കഥയാണ്. നന്ദനാർ എഴുതിയ കഥയാണ് വിശപ്പ്. അപ്പൊ ഇതില് 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇതിലെ കഥാപാത്രം. അവൻ ഞായറാഴ്ച ആണ് രാത്രി ആഹാരം കഴിച്ചത്. പിന്നെ ഇന്ന് ബുധനായി. 3 ദിവസമായി നല്ല മഴയാണ്. ഇതുവരെ അവനൊന്നും കഴിച്ചിട്ടില്ല. ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ എണീക്കും, ഇടയ്ക്ക് മൂത്രം ഒഴിക്കും. അല്ലാതെ ഒരാഹാരം അവന്റെ ആമാശയത്തിലോട്ട് ചെന്നിട്ടില്ല. പക്ഷെ ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ചയൊക്കെ അവന്റെ ശരീരം, 17കാരനല്ലേ, അവനൊരു ലൈംഗിക വികാരമൊക്കെ അവന്റെ ഉള്ളിൽ ഉണർന്നു. അപ്പൊ അവൻ തനിക്ക് ഇഷ്ടപ്പെട്ട പരിചയമുള്ള സ്ത്രീയും പുരുഷനും ഒക്കെ ഇണം ചേരുന്നതിനെ കുറിച്ചൊക്കെ അവൻ ആലോചിച്ചു. അപ്പൊ ഒരു സ്ത്രീയെ തനിച്ച് കിട്ടിയാൽ എങ്ങനെ അനുഭവിക്കണമെന്നൊക്കെ അവൻ ചിന്തിച്ചു. കൗമാരത്തിന്റെ കാമനകളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവന്റെ മനസ്സിൽ പരിപൂർണ നഗ്നയായ ഒരു സ്ത്രീ ഷവറിന്റെ ചുവട്ടിൽ നിന്ന് കുളിക്കുന്നതും അതിലെ വെള്ളം ഇങ്ങനെ അവരുടെ ശരീരത്തെ തെറിക്കുമ്പോൾ അവർക്ക് രോമാഞ്ചം ഉണ്ടാകുന്നതൊക്കെ അവൻ ചിന്തിച്ചു. അപ്പൊ മഴ പെയ്യുകയായിരുന്നു. പെട്ടെന്ന് വീണ്ടും അവന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ഒരു ചിന്തകളെല്ലാം മാറി വിശപ്പിന്റെ കാളലായി. ഈ ലോകത്തിൽ ഏറ്റവും വലിയ യാഥാർത്ഥ്യം വിശപ്പാണ്, കാമമല്ല. അപ്പൊ ഇപ്പം വരം തരാനായി ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ താൻ എന്തായിരിക്കും ആവശ്യപ്പെടുക? തനിക്ക് ആഹാരം വേണം എന്നാണ്. അപ്പൊ എത്ര ദിവസം ഈ നശിച്ച വിശപ്പ് സഹിച്ചുകൊണ്ട് കിടക്കും? ഞായറാഴ്ച രാത്രിയാണ് ആഹാരം കഴിച്ചിരുന്ന, ബുധനായി. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. പെട്ടെന്ന് തീരുമാനം എടുത്തോലെ അവൻ ഉമ്മറത്തേക്ക് വന്നു. മഴ തൽക്കാലം തോർന്നു നിൽക്കുകയാണ്. അവൻ കാളിയമ്മയുടെ വീട്ടിലേക്ക് നടന്നു. അവിടെ ചെന്നാൽ ചിലപ്പോൾ ആഹാരം കിട്ടും. പക്ഷേ കാളിയമ്മയുടെ വീട്ടിൽ എത്തിയപ്പോൾ കാളിയമ്മ അവിടെ ഇല്ല. കോവിലകത്തെ തമ്പുരാന് എണ്ണ കാച്ചാൻ വേണ്ടി പച്ചമരുന്ന് സംഭരിക്കാൻ പോയിരിക്കുകയാണ്. വൈകുന്നേരമേ വരുമെന്ന് കാളിയമ്മയുടെ മകൾ കല്ലു പറഞ്ഞു. അപ്പൊ ഇവളുടെ നടപടി ദൂഷ്യം, സ്വഭാവ ദൂഷ്യം കൊണ്ട് അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു പോയി. ആ കല്ലു വീടിന്റെ അകത്തുനിന്ന് നെല്ല് കുത്തുകയാണ്. അപ്പൊ പൂമുഖത്തെ തിണ്ണയിലിരുന്ന് അവൾ അകത്ത് നെല്ല് കുത്തുന്നത് കാണാം. അവളുടെ തുടുത്ത മുഖം, അയഞ്ഞ തലമുടിക്കെട്ട്, നെല്ല് കുത്തുന്നതിനനുസരിച്ച് ഇളകുന്ന നെഞ്ച്, ഇതൊക്കെ അവൻ നോക്കിയിരിക്കുകയാണ്. അപ്പൊ തൊടിയിൽ 3-4 പശുക്കളും ഒരു കാളയും മേഞ്ഞ് നടക്കുന്നു. അപ്പൊ കാളിയമ്മ വീട്ടിലില്ലാത്ത സ്ഥിതിക്ക് യാത്ര പറഞ്ഞു പോകാം എന്നാണ് അവൻ ചിന്തിച്ചത്. അവൻ എണീറ്റപ്പോ കല്ലു അവൻ ആഹാരം കഴിക്കാൻ വിളിച്ചു. അപ്പൊ അമ്മയുടെ മര്യാദ മകൾക്കും ഉണ്ടല്ലോ എന്ന് അവൻ ചിന്തിച്ചു. അപ്പൊ എന്തായാലും അവന് ജീവൻ വീണു. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറയുന്ന പോലെ പെട്ടെന്ന് നിന്നിട്ട് ആഹാരത്തിനായിട്ട് അവയിരുന്നു. ഞായറാഴ്ച രാത്രി ഊണ് കഴിച്ചതാണ്. പിന്നെ ഒന്നും അവൻ കഴിച്ചിട്ടില്ല. അപ്പൊ നല്ല പുഴുങ്ങലരി ചോറ്, വെള്ളരിക്ക പുളിങ്കറി, കപ്പക്കിഴങ്ങ് മുതിരയും കൊണ്ടുള്ള പുഴുക്ക്, കടമാങ്ങ, ചുട്ട പപ്പടം, മോര്, നല്ല രസികൻ വിഭവങ്ങൾ. അപ്പൊ എല്ലാം മറന്ന് അവൻ ആഹാരം കഴിച്ചു. അപ്പൊ തന്റെ എതിരെ അർദ്ധനഗ്നയെ കല്ലു ഇരുന്ന് ആഹാരം കഴിക്കുന്നതൊന്നും അവൻ ശ്രദ്ധിച്ചില്ല. ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവനിൽ ഒരു പുതുജീവൻ വന്നു. അവന്റെ ശരീരത്തിലെ ഞരമ്പുകളൊക്കെ ഒന്ന് ഉഷാറായി. സംതൃപ്തിയോടെ മുഖമൊക്കെ തുടച്ച് അവൻ വീടിന്റെ മുൻഭാഗത്ത് വന്നിരുന്നു. എന്നിട്ട് അവളുടെ കല്ലുവിനെ ഉപേക്ഷിച്ചു പോയ സോഡാ കുപ്പി പോലെ ഇരിക്കുന്ന ഭർത്താവിനെ കുറിച്ച് ഓർത്തു. ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയ ഏത് ഭാര്യയും മോശപ്പെട്ടവളായി പോകുമെന്നൊക്കെ അവൻ ചിന്തിച്ചു. എന്നിട്ട് അവൻ പതുക്കെ ആ തിണ്ണയിലൊന്ന് കിടന്നു. അപ്പോഴേക്കും വീണ്ടും അവന് ഷവറിന്റെ താഴെ നിന്ന് കുളിക്കുന്ന നഗ്നയായ സ്ത്രീയുടെ രൂപം അവന്റെ മനസ്സിലേക്ക് വന്നു. അപ്പോ കല്ലു നടന്നു വരുന്ന ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ മുടിയൊക്കെ കെട്ടിയിട്ട് ചുമരിനോട് ചാരി നിലത്ത് കിടക്കുകയാണ്. കിടക്കട്ടെ പാവം എന്ന് അവൻ ചിന്തിച്ചു. അപ്പൊ നോക്കിയപ്പോഴുണ്ട് പുറത്ത് നിൽക്കുന്ന കാള ആ പശുവിന്റെ അടുക്കൽ ചെന്ന് അതിന്റെ വികാര പ്രകടനങ്ങൾ കാണിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ അവനും ചൂട് കയറി. അപ്പൊ അവന്റെ വയറിന്റെ വിശപ്പ് തീർന്നപ്പോൾ അവന്റെ കാമത്തിന്റെ ദാഹം ഉണർന്നു. വീണ്ടും മഴ പെയ്യുന്നതിന്റെ ഇരമ്പമായി. അവ എഴുന്നേറ്റ് നെല്ലുകുത്തി മുറിയിലേക്ക് നടന്നു. അവിടെ കല്ലു ചരിഞ്ഞു കിടന്ന് ഉറങ്ങുകയാണ്. അപ്പൊ കല്ലുവിനെ നോക്കി നിന്നപ്പോൾ അവന്റെ ശരീരം ഒന്ന് വിറച്ചു. അവന്റെ ഞരമ്പുകളൊക്കെ വികസിച്ച് അവന്റെ ശരീരത്തിൽ ചൂടു രക്തം ഇങ്ങനെ അകത്തൂടെ പ്രവഹിക്കാൻ തുടങ്ങി. അവൻ അവളെ കാറ്റിന്റെ ശക്തിയോടെ ചെന്ന് കീഴ്പ്പെടുത്തി. അവളൊരു ശബ്ദം പോലും ഉണ്ടാക്കിയില്ല. അപ്പോ അവൾക്കും
ഇത്തരം കാമദാഹം ഉണ്ടായിരുന്നിരിക്കാം. അപ്പം യൗവനവും തമ്മിൽ ഒന്നിച്ചു. ഒടുവിൽ അവന്റെ കാമദാഹം ഒടുങ്ങി. അപ്പൊ കല്ലുവിനോട് യാത്ര പറയാതെ തളർ ശരീരവുമായി അവൻ എഴുന്നേറ്റ് അവന്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ അവന് വീണ്ടും വിശക്കുന്നതായിട്ട് തോന്നി. അപ്പൊ ഇതൊരു കൊച്ചു കഥയാണ്. കണ്ടന്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. അടുത്ത ക്ലാസ്സിൽ കാണുന്നൊരു സ്നേഹത്തോടെ ഷീബ ടീച്ചർ.